14 രാവ് സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് പെർഫോമൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ അവസാനമായി ഈ വേദിയിലേക്ക് കോമ്പറ്റ് ചെയ്യാൻ എത്തുന്നു ഹിബ. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ ഹിബ. ഹിബ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. നല്ല ഡ്രസ്സ്, നല്ല കോസ്റ്റ്യൂമാണ്. യെസ് ഹിബ, ഫസ്റ്റ് പെർഫോമൻസിനായിട്ട് റെഡിയായി വന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ എപ്പിസോഡിൽ ഹിബ പറഞ്ഞിരുന്നു കുറേ കാര്യങ്ങൾ. ഒരുപാട് പേരുടെ എന്താ പറയുക എക്സ്പെക്റ്റേഷൻസ്, അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ ഭയങ്കരമാണ് അല്ലേ ഹിബയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹിബ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് പെർഫോമൻസ് അല്ലേ, പറയും. ഞാൻ കണ്ണൂർ ഷെരീഫ്ക്ക് പാടിയ ആമിന ബീവിതൻ എന്ന് തുടങ്ങുന്ന പാട്ടാണ് പാടുന്നത്. ഈ സോങ് സെലക്ഷൻ. അപ്പം നമുക്ക് പെർഫോമൻസിന് മുന്നേ റംലത്ത, നല്ലൊരു പാട്ട് തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മോള് പാടുക. Thank you Ramlata. അപ്പം ഹിബ, directly let's move on to the performance. All the best. Thank you. Let's have a look.
ഹിബ, അങ്ങനെ മിനാർ 14 രാവ് സീസൺ 3 ഫസ്റ്റ് പെർഫോമൻസ് ഇവിടെ അവസാനിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഹിബ പാടാൻ? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, നമുക്ക് കമൻസിലേക്ക് പോവാം. റംലത്ത? വളരെ ഭംഗിയായ രീതിയിൽ നല്ല കുയിൽ നാദത്തിൽ ആ പാട്ട് മോള് പാടി. താങ്ക് യു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായി തോന്നിയില്ല. കാരണം മോള് വളരെ ഭംഗിയായി അത് ഉൾക്കൊണ്ട് തന്നെ പാടിയിട്ടുണ്ട്. നല്ല ശബ്ദത്തിനുടമയും കൂടിയാണ്. കോസ്റ്റ്യൂമാണെങ്കിൽ അതിലപ്പുറമാണ്, പറയേണ്ട കാര്യമില്ല. വളരെ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പം എല്ലാ ജീനത്തും ഈ പാട്ടിൽ ഒത്തിണങ്ങിയിട്ടുണ്ട് എന്നൊരഭിപ്രായമുണ്ട്. താങ്ക് യു റംലത്ത. ഞാൻ എപ്പോഴും ഈ ഒരു നമ്മുടെ എപ്പിസോഡ്സിലാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, റംലത്ത ഭയങ്കര ഈ കോസ്റ്റ്യൂമിനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, നല്ല അഭിപ്രായം പറയും. റംലത്ത ആണെങ്കിലും ഭയങ്കര നല്ല ഡ്രസ്സിങ് സെൻസൊക്കെ ഉള്ള ഒരാളാണ്. ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മൾ ഡ്രസ്സിങ് റൂമിലും പറഞ്ഞൊരു കാര്യമായിരുന്നു ഇത്. യെസ്, നമ്മുടെ കമൻസ്, പെർഫോമൻസിൻ്റെ കമൻസ് അറിയാം. രണത്ത? ഹിബ എവിടെയാണ്? സൗദിയിൽ? റിയാദിൽ. അവിടെ എങ്ങനെ പ്രോഗ്രാമൊക്കെ? അവിടെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ചെയ്യാം. മോൾ എവിടെ നിന്ന് എങ്ങനെ ഈ പാട്ട് പഠിച്ച്? കേട്ട് പഠിച്ചത് തന്നെയാണ്. കേട്ട് പഠിച്ച. ഫസ്റ്റ് ഒരു എക്സ്ട്രാ എന്തെങ്കിലും പാടാൻ, പിന്നെ അതങ്ങ് പ്ലെയിൻ ആക്കിയല്ലേ? ആമിന ബീതൻ ഇല്ലേ? ജസ്റ്റ് പാടി നോക്കുമ്പോൾ ഒരു സാധനം ഇടയിൽ എന്തോന്ന് കയറിയിരുന്നു. അത് ശരിക്ക് അത് വേണ്ട വെച്ച് രണ്ടാമത് പാടിയത് കറക്റ്റായി കേട്ടോ. നന്നായി അത് തോന്നിയത്. കാരണം അതൊരു നല്ല, അതിലങ്ങനെ പാടുന്നില്ലല്ലോ ഷെരീഫ്, അങ്ങനെ തുടക്കം ജസ്റ്റ് അതെ. പക്ഷെ ആ വന്നത് നല്ല ചിലത് വരുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നല്ലത്, അത് അപ്പം നമ്മളത് നല്ലതാണെന്ന് വെക്കുക. പക്ഷെ ഇതതിൻ്റെ ഇടയിലുള്ളത് നല്ലതായിരുന്നില്ല. ഞാൻ ശരിക്കും ഇനി എങ്ങനെ പാടി പോകുമെന്ന് വിചാരിച്ചിരുന്നു. കാരണം അത് എല്ലാ സ്ഥലത്തും അത് അങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആമിന ബി എല്ലായിടത്തും അങ്ങനെ വന്നിരുന്നു ഇല്ലേ? നമുക്കത് തോന്നിയില്ലേ? പിന്നെ ടേക്കായപ്പം മോള് കറക്റ്റ് തന്നെ പാടി. അതാ ഞാൻ എങ്ങനത്തെ ആദ്യമൊക്കെ ചോദിച്ച പാട്ട് എങ്ങനെ കറക്റ്റ്. ഈ ഹമ്മിങ് ഒക്കെ തന്നെ പിന്നെ പ്രോഗ്രാംസിലൊക്കെ ആണല്ലോ ഈ ഹമ്മിങ് ആഡ് ചെയ്ത് അങ്ങനെ ഷെരീഫ് പാടി. ഞാൻ അങ്ങനെ ഒരുപാടെന്ന് വെച്ചാൽ നമ്മളെല്ലാ പ്രോഗ്രാംസിലും പാടി അത്രയ്ക്കും കേട്ടൊരു പാട്ടാണ് ഞാൻ ഷെരീഫിൻ്റെ നിന്ന്. അപ്പോൾ ആ ഒരു തിങ്സും ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഇത് ഫീമെയിലോട്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ മെയിൽ പാടിയൊരു പാട്ട് നമ്മളത് എടുത്ത് പാടാൻ തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഷെരീഫും ആ സംഗതിയൊക്കെ വെച്ച് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് എടുത്തല്ലോ എന്തായാലും ഒരു ഫീമെയിൽ അതെടുത്ത് അതിന് ആദ്യം ഞാൻ ഹിബയ്ക്ക്, കാരണം അതൊരു ഇത്തിരി ചലഞ്ച് അങ്ങനെയുള്ള ഒരു സോങ് ആണത്. അപ്പോൾ അതിനൊരു വലിയൊരു കാര്യമായിട്ടാണ് പറയണത്. കാരണം ഇത്തിരി നമുക്ക് എവിടെയും ഒരു ഇത്തിരി സംഗതിയൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ പാടണം. പിന്നെ ലാസ്റ്റ് ആ ഹമ്മിങ് കറക്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ റൂട്ടും അതും ഞാൻ ഇത്തിരി ടെൻഷൻ അടിച്ചിരുന്നു. അതൊന്നും വന്നില്ല. എന്തായാലും ഒരുപാട് അതൊന്ന് ഒക്കെ ഒതുക്കിയിട്ടൊക്കെ തന്നെ നന്നായിട്ട് തന്നെ എവിടെയും ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ ഹിബ പാടി കേട്ടോ. പിന്നെ ശ്രുതിയുടെ ഒരു കാര്യം ഇതിൽ നല്ല, ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ആ സോങ്ങിലും ശ്രദ്ധിച്ചൊരു കാര്യം, നന്നായിട്ടൊന്ന് ശ്രുതി ഒന്ന് എല്ലാ സോങ് കേട്ടോ ഒന്ന് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്ന് ശ്രദ്ധിക്കണേ കേട്ടോ. താങ്ക് യു രണത്ത. ഷാൻ സർ? വളരെ മൈനറായിട്ടുള്ള ഒരു 2-3 പ്രശ്നങ്ങൾ ഒഴിച്ചാൽ മോളുടെ സിംഗിങ് ക്ലീൻ ആയിരുന്നു. താങ്ക് യു സർ. നന്നായിട്ട് പാടി, നല്ല കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഈ മൈക്കിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്, അത് ഒരു സംഭവ പ്ലേസ്മെൻ്റ് ആട്ടോ. നമ്മൾ ഒരുപാട് സിംഗേഴ്സിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഇത്രയും ഫാഷനബിൾ ആയിട്ടുള്ള ഒരു മൈക്ക് ഇങ്ങനെ മാറ്റുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നല്ല രസമുണ്ട് അത് കാണാൻ. അതൊരു പ്ലസ്സാണ്. അതെങ്ങനെയാണ് പ്ലസ് എന്ന് എനിക്കറിയാം, പക്ഷെ അതൊരു പ്ലസ്സാണ്. അത് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതാണ് നമ്മൾ ബാക്കിയുള്ള ഏരിയാസൊക്കെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കോൺഫിഡൻസ് ഇത് ത്രൂ ഔട്ട് കീപ്പ് ചെയ്യാം പ്രോഗ്രാം എൻ്റെ വരെ. ഓക്കെ, താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷേ? ഷെരീഫിൻ്റെ പാട്ട് പാടുക എന്നുള്ളൊരു റിസ്ക് അത് രഹന പറഞ്ഞല്ലോ. ഞാൻ ഈ ഷെരീഫ് പിന്നെ കാസറ്റ് പാടി കേട്ടിട്ടുണ്ട്, അതേപോലെ പ്രോഗ്രാമിന് പാടുന്ന കേട്ടിട്ടുണ്ട്, അതേപോലെ പാടി ഇസ്മായിൽ തളങ്കര പാടുന്ന കേട്ടിട്ടുണ്ട്. ഇസ്മായിൽ തളങ്കര സ്റ്റൈലൊക്കെ ഇത് പാടും. ഇത് കാസർഗോഡിൻ്റെ ഒരു പാട്ടാണ്. PS ഹമീദ് എന്ന് പറഞ്ഞ പ്രശസ്തനായ എഴുത്തുകാരൻ, നമ്മുടെ SP ബാലസുബ്രഹ്മണ്യത്തെക്കുറിച്ചൊക്കെ മാപ്പിളപ്പാട്ട് അദ്ദേഹത്തിനെ കൊണ്ട് മാപ്പിളപ്പാട്ട് പാടിച്ച ആൾ. മുമ്പ് 14 വന്നിട്ടുണ്ട് സീസൺ 1 അദ്ദേഹം. വാണിയമ്മയെ കൊണ്ടും പാട്ട് പാടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ എന്ന് പറഞ്ഞ ആൽബം വളരെ ഹിറ്റായിരുന്നു അത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനയാണത്. അദ്ദേഹം ഒരു സംഗീത പാരമ്പര്യമുള്ള അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് പാരമ്പര്യമുള്ള ഒരാളാണ്. മാപ്പിളപ്പാട്ടിന് ഇന്ന് കാണുന്ന
മലയാളിയുടെ ഒരു സ്വീകാര്യതയ്ക്ക് ഏറ്റവും കാരണക്കാരനായ മഹാകവി ടി ഉബൈദ് മാഷയുടെ ബന്ധുവാണ്, അല്ലെങ്കിൽ ഒരു കൊച്ചുമകനാണെന്ന് പറയാം. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് സീതി കുഞ്ഞ് മാഷ് പ്രഗത്ഭനായ കവിയായിരുന്നു. മാണിക്യമാല എന്ന പ്രശസ്തമായ പാട്ട് കൃതിയൊക്കെ എഴുതിയ ആളാണ്. വളരെ സജീവമായി മാപ്പിളപ്പാട്ട് രംഗത്ത് ഇന്നുമുള്ള പുതിയ കാലത്തെ ശ്രദ്ധേയനായ കാനേഷ് പൂനൂരിനെ പോലെ OM-നെ പോലെ ഒക്കെ വളരെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വരികളാണ്, നല്ല വരികളാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് എപ്പോഴും എല്ലാവരും എടുത്ത് പാടുന്നതാണ്. അതിൻ്റെ ഒരു റിസ്ക് മോൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഹിറ്റ് സോങ് എന്ന രൂപത്തിൽ ഇപ്പോൾ അതുല്യ പ്രതിഭകൾ, അനശ്വര ഗാനങ്ങൾ വളരെ കറക്റ്റാണ് മോൾ ചെയ്തത്. പിന്നെ പാട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, നല്ല സ്ട്രെയിൻ. അപ്പം മോള് ഒരു ഷെരീഫിനെ പോലെ, ഏതെങ്കിലും മെയിൽ പാടുന്നുള്ളതല്ല, ഷെരീഫിനെ പോലെ ഒരാൾ പാടി വെച്ചൊരു പാട്ട് പാടുക, ഇസ്മായിൽ തളങ്കരൊക്കെ എപ്പോഴും പാടുന്നൊരു പാട്ട് പാടുക, അതിൻ്റെ റിസ്ക് മോള് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ഏത് പാട്ടിലും ചില്ലറ വിഷയങ്ങളുണ്ടാവുമല്ലോ, അത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഫൈസൽ മാഷേ. ഹിബ, അപ്പം കമൻസ് ഒക്കെ അറിഞ്ഞു, നല്ല കമൻസ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഹിബേനെ നോക്കി പഠിക്കൂ എന്ന് നമുക്ക് മറ്റുള്ളവരടുത്ത് പറയാം. അതുപോലെ തന്നെ ആവട്ടെ പാട്ടിൻ്റെ കാര്യത്തിലും ഇനി വരുന്ന ഈ ഒരു ജേണിയിൽ. അപ്പോൾ ഇനി മാർക്സ് അറിയാം. ഓക്കെ, ആദ്യമായി ഷാൻ സർ. അപ്പം ഞാൻ പറഞ്ഞ ഈ മൈനർ ഇഷ്യൂസ് അതും ഇനി ഒഴിവാക്കിയിട്ട് വേണം ഇവിടെ വരാൻ. ഈ സിംഗിങ്ങിന് 25.5. താങ്ക് യു സർ. 25.5 on 30. രണത്ത 25.5. താങ്ക് യു ത. 25.5 again. ഫൈസൽ മാഷേ 25.5. 25.5, നോട്ട് ബാഡ്. ഇനി നമുക്ക് ഔട്ട് ഓഫ് 10 റംലത്ത 7 മാർക്ക്. 7 മാർക്സ് ആണ് റംലത്ത കൊടുത്തിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് ഹിബ. 83.5 on 100. ഒരു ഫേസ്റ്റ് പെർഫോമൻസിൽ കുഴപ്പമില്ലാത്ത മാർക്കാണ്. ഇനി വരുന്ന പെർഫോമൻസിൽ അടിച്ചു പൊളിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. റിയാദിൻ്റെ അഭിമാനം അല്ലേ? ആ ഒരു എന്താ പറയുക, എല്ലാവരുടെയും പ്രതീക്ഷക്കൊത്ത് പെർഫോം ചെയ്യാൻ പറ്റട്ടെ ഹിബ. ഓൾ ദി ബെസ്റ്റ്.